പെണ്ണെന്നാൽ വീടിന്റെ 4 ചുമരുകൾക്കകത്ത് ഒതുങ്ങിക്കൂടേണ്ടവളാണെന്ന ധാരണമായിരുന്ന കാലമാണിത്. പലവിധ സ്ത്രീ മുന്നേറ്റങ്ങൾക്കിടയിൽ എവറസ്റ്റിന്റെ നെറുകയിലും ഇതാ ഒരു വനിതാരത്നം. എവറസ്റ്റ് കീഴടക്കി ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു പാലക്കാട്ടുകാരി. ഷൊർണൂർ കണയംതിരുത്തിയിൽ ശ്രീഷയാണ് ഈ വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. എവറസ്റ്റ് കീഴടക്കുന്ന രണ്ടാമത്തെ മലയാളി വനിത കൂടിയാണ് ശ്രീഷ രവീന്ദ്രൻ. ലോകത്തെ ഏറ്റവും വലിയ 15ഓളം കൊടുമുടികൾ കീഴടക്കിയ ഏക മലയാളിയും. ഇക്കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരമാണ് ശ്രീഷ എവറസ്റ്റ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചത്. 5300 മീറ്റർ ഉയരത്തിലുള്ള എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്നും 6900 മീറ്റർ ഉയരമുള്ള ലോബൂചെ പർവ്വതം വരെയുള്ള ആദ്യഘട്ടം ഏപ്രിൽ 25-ന് പൂർത്തിയാക്കി. മെയ് 15-നാണ് എവറസ്റ്റ് കയറ്റം തുടങ്ങിയത്. പിറ്റേന്ന് 6400 മീറ്റർ ഉയരമുള്ള ക്യാമ്പ് 2-ലെത്തി. ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം 18-ാം തീയതി വെറും 5.5 മണിക്കൂർ കൊണ്ട് 7100 മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് 3-ലെത്തി. 19-ന് പുലർച്ചെ 3 മണിക്ക് 7920 മീറ്റർ ഉയരമുള്ള ക്യാമ്പ് 4-ലേക്കും അവിടെ നിന്ന് എവറസ്റ്റിന്റെ ഉയരങ്ങളിലേക്കുമുള്ള യാത്ര. അതിശക്തമായ ഹിമക്കാറ്റിൽ 11 മണിക്കൂർ നീണ്ട ആ കഠിനയാത്രയ്ക്കൊടുവിൽ മെയ് 20-ന് രാവിലെ 10:30-ന് ശ്രീഷ രവീന്ദ്രന്റെ കാൽപ്പാടുകൾ എവറസ്റ്റിന്റെ മുകളിൽ പതിഞ്ഞു. ഇന്ത്യയിലും നേപ്പാളിലുമായി 6000 മീറ്റർ ഉയരമുള്ള 7 കൊടുമുടികളും 7000 മീറ്റർ ഉയരമുള്ള 2 കൊടുമുടികളും ഉൾപ്പെടെ 15ഓളം ഹിമാലയൻ കൊടുമുടികൾ കീഴടക്കിയ നേട്ടവും ശ്രീഷയുടെ ശിരസിലുണ്ട്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യമാണ് എനിക്ക് മലകയറ്റം. ഓരോ സാഹസിക യാത്ര കഴിയുംതോറും ആത്മവിശ്വാസവും അടുത്ത ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനവുമാണ് ലഭിക്കുന്നതെന്ന് ശ്രീഷ രവീന്ദ്രൻ പറഞ്ഞു. ചെറുപ്പം തൊട്ട് എനിക്ക് സ്പോർട്സും അത്ലറ്റിക്സും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ്യൂറൻസ് സ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പ്രാവശ്യം ഞാൻ 15 ഇയേഴ്സ് ഓൾഡ് ആയിരുന്നപ്പോൾ ഞങ്ങൾ മണാലിയിൽ പോയി. അവിടുന്ന് തുടങ്ങിയതാണ് എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ്. കാരണം എനിക്ക് മണാലിയിൽ പോയപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാശ്മീരിൽ പോയി. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ട്രെക്കിംഗ് തുടങ്ങി. പിന്നെ ഞാൻ ട്രെക്ക് ചെയ്തപ്പോൾ ഞാൻ ബൂട്ട്സ് ആൻഡ് ക്രാമ്പോൺസിൻ്റെ ഓണറുണ്ട് ഭരത് അമ്മിനി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആന്ധ്രയിൽ നിന്നാണ്. അപ്പോൾ പുള്ളി ഒരു മൗണ്ടനിയറാണ്. ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മൗണ്ടനിയേഴ്സിൽ ഒരാളാണ്. അങ്ങനെ അധികം ഇല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നീ ടെക്നിക്കൽ മൗണ്ടനിയറിംഗ് തുടങ്ങണം എന്ന്, കാരണം അതിന് നിനക്കുള്ള സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൗണ്ടനിയറിംഗ് തുടങ്ങിയത്. ബാംഗ്ലൂരുവിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ ശ്രീഷ നർത്തകി കൂടിയാണ്. ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയുമാണിവർ. US-ൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജയറാം നായരാണ് ഭർത്താവ്. തായ്ക്കൊണ്ടോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാവ് 12 വയസ്സുകാരൻ നിരഞ്ജനാണ് മകൻ. ജോലിയുടെ തിരക്കുകൾക്കൊപ്പം ഒരമ്മയുടെ ഉത്തരവാദിത്തങ്ങളും പർവ്വതാരോഹണത്തിന്റെ ആവേശവും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രീഷയ്ക്ക് കഴിയുന്നു. UTV ന്യൂസ്, പാലക്കാട്.